എ.ഡി.എം. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന കുടുംബം CPI നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷ ഇല്ല എന്നും ഹർജിയിൽ. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനം ഉന്നയിച്ചു തന്നെയാണ് എ.ഡി.എം. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഹർജിയാണ് കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞത്. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള തൃപ്തിയില്ല എന്നും നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നും നവീൻ ബാബുവിൻ്റെ ഭാര്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം ഇപ്പോൾ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരികൾ. രേഷ്മ, CBI അന്വേഷണം എന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കുടുംബം വ്യക്തമാക്കുന്നത്? സുരേഷ്, എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ നിലവിൽ കുടുംബം നിർണായകമായിട്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിൽ ഒരു CBI അന്വേഷണം അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കുടുംബം നിലവിൽ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിലവിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അത് തൃപ്തികരമല്ല എന്നുള്ള ഒരു വാദം കൂടി ഈ ഹർജിയിൽ കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീതി ലഭ്യമാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ഈ കേസ് കൈമാറണമെന്നുള്ള ഒരു ആവശ്യം കൂടി ഈ ഹർജിയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മൊഴി രേഖപ്പെടുത്താൻ അടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ പ്രമുഖ നേതാവാണ് പ്രതിപട്ടികയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം സംസ്ഥാന അന്വേഷണ ഏജൻസിക്ക് നടത്താൻ സാധിക്കില്ല. കൂടാതെ ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ടെന്നും കുടുംബം ഹർജിയിൽ ആരോപണം ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഈ ഹർജി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം ചില വൈകിപ്പിക്കലുകൾ ഉണ്ടായി. ഒപ്പം തന്നെ ഈ തെളിവുകൾ കൃത്യമായിട്ട് ശേഖരിക്കുന്നതിലും ഒപ്പം ഈ ശേഖരിച്ച തെളിവുകൾ കാര്യമായിട്ട് സംരക്ഷിക്കുന്നതിലും ചില നടപടിക്രമങ്ങളിലും ഒക്കെ തന്നെ വൈകിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടെന്നും ഈ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ കേസ് ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ പ്രതിയായ ഈ കേസിൽ PP ദിവ്യ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ CPM-ഉം പോലീസും കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ് കുടുംബം ആരോപിച്ചത്. ഇപ്പോഴും ആ കുടുംബം CPM അനുഭാവി കൂടിയായിട്ടുള്ള കുടുംബം അത്തരത്തിലുള്ള നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചു കഴിഞ്ഞാൽ നീതി അകലെയാണ്, നീതി നിഷേധിക്കുമെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നത്, അല്ലേ? സുരേഷ്, CPM നേതാവ് പ്രതിയായ കേസിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വിശ്വാസം തങ്ങൾക്കില്ല എന്നുള്ള ഒരു വാദം തന്നെയാണ് കുടുംബം ഈ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ മാത്രമാണ് ഇനി ഒരു പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് നീതിയുക്തമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേസ് CBIക്ക് കൈമാറണമെന്നുള്ള ആവശ്യവും കുടുംബം ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. PP ദിവ്യയ്ക്ക് നിലവിൽ ജാമ്യം കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിലും ഈ കടുത്ത നടപടികളിലേക്ക് പാർട്ടി പോലും കടക്കാത്ത ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ നേരത്തെ ഈ എ.ഡി.എം. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും ആ പരാതി സംബന്ധിച്ച് ആ പമ്പ് അതിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അത് വൈകിപ്പിച്ചില്ല എന്നത് ചൂണ്ടിക്കാട്ടി ഒരു ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിരുന്നു. അതിൽ തുടർ നടപടി പോലും ഉണ്ടാകാത്ത ഒരു രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്.